എൻ്റെ പേര് ഡേസി. ഞാൻ മെഹബൂളിൽ നിന്ന് വരുന്നു. 2023 ഡിസംബർ മാസം അവസാന ആഴ്ച തൊട്ടാണ് ഞാൻ ആകട്ടെ ജവമാലയിൽ പ്രിൻസ് ചേട്ടൻ വഴിയാണ് പങ്കെടുക്കുന്നത്. പങ്കെടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ മദറിലേക്ക് പെട്ടെന്നൊരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായി. അതുകൊണ്ട് ഹെഡ് ഇഞ്ചുറിയും കാലിന് ഫ്രാക്ചറുമായിട്ട് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഞാനിവിടെ പങ്കെടുക്കാൻ വന്ന ആ ദിവസം വരെ ICUവിലായിരുന്നു, അബോധാവസ്ഥയിൽ. പങ്കെടുത്തതിന് ശേഷം ചെല്ലുമ്പോൾ മദറിലോ കണ്ണൊക്കെ തുറന്നു, ചെറുതായിട്ട് മൂവ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതിനുശേഷം ആഴ്ചയെല്ലാം കടന്നുപോയി. ഇപ്പോൾ വളരെ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം നല്ല നോർമലായി ചെയ്തു വരുന്നു. പിന്നീട് ജനുവരി മാസം തുടങ്ങി ആ ആഴ്ചയിൽ ഞാൻ ബ്രദറിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ നിയോഗങ്ങൾ എഴുതി. അതൊരു വലിയൊരു നിയോഗമായിരുന്നു, എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത്. ഞാൻ KRS എന്ന് പറയുന്ന കമ്പനിയിൽ കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. മെയ് മാസം 15-ാം തീയതി വരെയായിരുന്നു ഞങ്ങളുടെ കോൺട്രാക്റ്റ്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ നിയമങ്ങളെല്ലാം സമർപ്പിച്ച് ബ്രദർ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് 5 ആഴ്ച പങ്കെടുക്കണമെന്ന്. അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരുന്നു. എൻ്റെ കുഞ്ഞ് നിലവിൽ നാട്ടിലായിരുന്നു. കോവിഡ് കാരണം എനിക്ക് ഡെലിവറിക്ക് നാട്ടിൽ പോകേണ്ട വന്നായിരുന്നു. അപ്പോൾ കുവൈറ്റിലൊരു നിയമം വന്നു, ജനുവരി മാസത്തിൽ അച്ഛനും അമ്മയ്ക്കും സാധുവായ വിസയുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന്. അങ്ങനെ ഞങ്ങൾ 2022 ഒന്ന് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയില്ല. പിന്നീട് ഞാൻ ബ്രദറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്തു. കുഞ്ഞിന് വിസ കിട്ടി, എൻട്രി വിസ കിട്ടി. അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ ഏപ്രിൽ മാസം ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഫെബ്രുവരിയിൽ MOHലേക്ക് സ്റ്റാഫ് നേഴ്സിനെ എടുക്കുന്നതിനൊരു ലിങ്ക് വന്നിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ ഞാനും അപ്ലൈ ചെയ്തു. എനിക്ക് യാതൊരുവിധ യോഗ്യതകളോ കഴിവുകളോ ഒന്നുമില്ല. അങ്ങനെ അത് കടന്നുപോയി. ഞാൻ ആകെ ഒരു കാര്യമായിരുന്നു പ്രാർത്ഥിച്ചത്, മാതാവേ മെയ് 15-ന് മുമ്പ് ഒരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ കോൺട്രാക്ട് തീരുന്നതിൻ്റെ മെയ് 13-ാം തീയതി എൻ്റെ ഫോണിന് മെയിൽ വന്നു, മെയ് 15-ന് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം ചെയ്തു. മാഡം എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എല്ലാം സർട്ടിഫിക്കറ്റ് വൈസ് എല്ലാം ഓക്കെയാണ്. പക്ഷേ കമ്പനിയിൽ നിന്ന് റിലീസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. നമ്മൾ പ്രൊജക്ട് വിസയിൽ നാട്ടിൽ നിന്ന് വന്നു, തിരിച്ച് നാട്ടിൽ കയറി പോകണം. അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പോൾ മാഡം അവിടെ വെച്ച് പറഞ്ഞിരുന്നു, 2 ആഴ്ച കഴിഞ്ഞിട്ട് വിസയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു വന്ന് സബ്മിറ്റ് ചെയ്യാമെന്ന്. ആ 2 ആഴ്ചക്കാലം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒന്ന് പോയി അപ്ലൈ ചെയ്ത് നോക്ക്, ഫാമിലി വിസയിലേക്ക് കിട്ടുമോ എന്ന്. ഞാനും എൻ്റെ ഹസ്ബൻഡും കോൺട്രാക്റ്റ് വർക്ക് ചെയ്യുന്നതാണ്. നിലവിൽ യാതൊരു യോഗ്യതയില്ല ഫാമിലി വിസയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഈ ചേച്ചി പറഞ്ഞതല്ലേ എന്നാൽ ഒന്ന് പോയി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയി അപ്ലൈ ചെയ്തു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ബ്രദറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ബ്രദർ എനിക്ക് ഉപ്പൊക്കെ തന്നിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് പോയപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പറിനകത്ത് ഉപ്പുമൊക്കെ കൊടുത്തു വിട്ടു. ഞങ്ങളുടെ ഫയലൊക്കെ അവിടെ സ്വീകരിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാർ പറഞ്ഞു നിങ്ങൾ വരണമെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്, ഹസ്ബൻഡിൻ്റെ പേര് വിളിച്ചു, ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ അത് സൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫാമിലി വിസ കിട്ടി. അന്ന് തന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അതുകൊണ്ട് MOH സബ്മിറ്റ് ചെയ്തു. അവർ എൻ്റെ CV അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു കാലം 2 ആഴ്ചക്കാലം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നെ KRH കമ്പനിയിൽ നിന്ന് പറഞ്ഞു, നിന്റെ ടിക്കറ്റ് 26-ാം തീയതിയാണ്, മെയ് 30 വരെയാണ് എനിക്ക് കുവൈറ്റ് നിൽക്കാനുള്ള അനുമതി. 30 കഴിഞ്ഞാൽ അവർ എനിക്ക് ഇതിലെ കേസ് ഇടുമെന്ന് പറഞ്ഞു. എനിക്ക് സിവിൽ ഐഡി കിട്ടിയത് 29-ാം തീയതി ആയിരുന്നു. അങ്ങനെ ആ ഒരു വലിയൊരു അനുഗ്രഹം തന്നു മാതാവ്, ഞങ്ങൾ അനുഗ്രഹിച്ചു. അതിനുശേഷം MOHൽ അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂ പാസ്സായി, മെഡിക്കൽ പാസ്സായി. പക്ഷെ അതിനുശേഷം എനിക്ക് കമ്മിറ്റി അപ്രൂവൽ വരുന്നില്ലായിരുന്നു. എല്ലാ ഫ്രണ്ട്സിനും വന്നു, എനിക്ക് ഒത്തിരി താമസിച്ചാണ് വന്നത്. മെഡിക്കൽ ഏകദേശം ഒരു ജൂണിൽ കഴിഞ്ഞു. ഓഗസ്റ്റോടുകൂടി എല്ലാവരുടെയും വന്നു. എൻ്റെ വന്നത് സെപ്റ്റംബർ 27-ാം തീയതിയാണ്. അപ്പോൾ ആ ഒരു 1.5 മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കമ്മിറ്റി അപ്രൂവൽ വന്നില്ലെങ്കിൽ നമുക്ക് ജോബിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പ്രോബ്ലം ആണല്ലോ. അങ്ങനെ അത് കിട്ടി. അതിനുശേഷം ഞാൻ വിസ ട്രാൻസ്ഫർ ചെയ്തു. എനിക്കൊരു ഒക്ടോബർ 14-ഓടുകൂടി വിസ അടിച്ചു. ഞാൻ 2 ആഴ്ച വെയിറ്റ് ചെയ്തുള്ളൂ. എന്നെ നവംബർ 6-ാം തീയതി അവർ ജോയിനിങ്ങിന് വിളിച്ചു. എനിക്ക് കിട്ടിയിരിക്കുന്നത് സഭ സെക്രട്ടറിയിലാണ്.
ആ ഒരു 2.5 ആഴ്ചക്കാലം മാത്രമേ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചുള്ളൂ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാവട്ടെ. ഒത്തിരി പേര് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്, കമ്മിറ്റി അപ്രൂവൽ വരുന്നില്ല, അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട. മാതാവോട് ഇടപെടും. അങ്ങനെ എനിക്ക് എൻ്റെ കൂടെ അറിയാവുന്ന എനിക്ക് 2-3 പേരെ അറിയാം. അവരാണെങ്കിൽ 1.5 മാസം വെയിറ്റ് ചെയ്തിട്ടും അവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ മാതാവ് എന്നെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വിളിച്ചു. ഇപ്പോൾ സന്തോഷമായിട്ട് പോകുന്നു. എന്നെ എൻ്റെ കുടുംബത്തെയും ഈ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ നന്ദി പറയേണ്ട ഒരുപാട് പേരുണ്ട്. ബാബു ബ്രദറിനെ പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ ബ്രദറിനെ വിളിക്കുമായിരുന്നു, ബ്രദറെ എനിക്ക് ഇത് ശരിയാവുന്നില്ല, പേപ്പർ വർക്കുകളൊക്കെ ഡിലേ ആകുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കൂ, പിന്നെ 33 തവണ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അതെല്ലാം തുടരുന്നുണ്ടായിരുന്നു. എനിക്ക് മെയ് മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷമുള്ള ഞാൻ ഓൺലൈനിലായിരുന്നു. കാരണം കുഞ്ഞ് വന്നു, കുഞ്ഞിനെ നോക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കാരണം ജോലിയില്ല, ഒരു 6 മാസക്കാലം ജോലിയില്ലായിരുന്നല്ലോ. പിന്നെ അങ്ങനെ എല്ലാം കടന്നുപോയി. പിന്നെ എന്നെ ഒത്തിരി ഫ്രണ്ട്സ്, കൂട്ടുകാര്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർത്തു.